ഇവർ 2003 ഇതിലേക്ക് വന്നത്. അപ്പം സാധാരണ നമ്മൾ കാണാറുണ്ട്, പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നന്നായിട്ട് ബോൾ ചെയ്യുന്ന ആൾക്കാർ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പിന്നീട് അമ്പയറായി മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുമാർ ധർമ്മസേന അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ശ്രീലങ്കയുടെ പ്ലെയർ ആയിരുന്നു. പിന്നെ പോൾ റീഫൽ ഓസ്ട്രേലിയയുടെ പ്ലെയർ ആയിരുന്നു. നമ്മുടെ അനന്ത് പത്മനാഭൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം പക്ഷേ ഡയറക്റ്റ് അമ്പയറിംഗിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു? ഞാനിപ്പോൾ എല്ലാവരും പോലെ തന്നെ ഇപ്പോൾ കേരളത്തിലാണല്ലോ നമ്മൾ ജനിച്ചത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെതായ ഈ സ്പോർട്സ് പരമായിട്ടുള്ള ചെറിയ ചെറിയ ഡീമെറിറ്റ്സും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പഠിപ്പ് തൃശ്ശൂരാണ് വീട്. തൃശ്ശൂരാണ്. അപ്പോൾ പഠിപ്പാണ് നമുക്ക് മെയിനായിട്ട്. തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. പണ്ട് അങ്ങനെ എൻട്രൻസിന്റെ ഒരു ഈറ്റിലായിരുന്നു. അതായത് പഠിപ്പാണ് മെയിൻ. പഠിച്ചില്ലെങ്കിൽ അവനെ ഇപ്പൊ എൻട്രൻസിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ അവൻ മണ്ടൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് അത് എൻട്രൻസിന് ജോയിൻ ചെയ്യണം, എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം. അപ്പൊ അതിന് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കണം എന്ന് പറയുന്ന പോലെ പഠിപ്പിനായിരുന്നു ഇമ്പോർട്ടൻസ്. അപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കളിക്കരുത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട് വീട്ടിൽ. കാരണം കളിക്കാൻ പോയില്ലെങ്കിൽ പഠിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് കഴിയട്ടെ, എന്നിട്ട് കോച്ചിങ്ങിന് പോവാം. അപ്പൊ നമ്മുടെ അന്നത്തെ ധാരണ ഈ കോച്ചിങ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എടുക്കുന്ന പോലെ +2 പോകുന്ന പോലെ എന്നൊക്കെ ഉള്ള ധാരണയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ +2 കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ +2 കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ കോച്ചിങ്ങിന് ക്യാമ്പിന് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 8 വയസ്സിൽ 7 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അവിടെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്, അയ്യോ ഇത് നമ്മൾക്ക് പറ്റിയ പണിയാണ്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു നീ വേണമെങ്കിൽ പണിയെടുത്താൽ മാക്സിമം രഞ്ജി ട്രോഫിയോ അതൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ടീമോ ഒക്കെ കളിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെ പറ്റില്ല, എനിക്ക് ഇന്റർനാഷണൽ ആവണം, എനിക്ക് സച്ചിനെ പോലെ അല്ലെങ്കിൽ ഗാംഗുലിയെ പോലെയൊക്കെ കളിക്കണം, അവരെ പോലെ റൈറ്റ് ഹാൻഡർ, അപ്പൊ അവരെ പോലെയൊക്കെ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ പറഞ്ഞു അതൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അവരെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നിൽ ഈ പന്ത് പറക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പറഞ്ഞു. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ സ്കോറർ ആവാം, അമ്പയർ ആവാം. അങ്ങനെ അപ്പൊ ഈ അമ്പയർ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന കാര്യമാണ്. ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ പന്ത് പറക്കലാണെങ്കിലും സ്കോറിംഗ് ഒക്കെ ആണെങ്കിലും പുറത്താണ്. കളിയിലെ ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഈ പ്ലേയേഴ്സും അമ്പയറും മാത്രമാണ്. അപ്പൊ ഈ അമ്പയർ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അമ്പയർ ആയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് ഒരു 3-4 മാസത്തിലുള്ള ഒരു മാച്ച് വന്നു. സാർ എന്നെ പറഞ്ഞു അമ്പയർ ഇല്ല, നീ വന്ന് അമ്പയർ ചെയ്യുന്ന പറഞ്ഞു. സതീഷ് പ്ലസ് സാറായിരുന്നു. അപ്പൊ സതീഷ് പ്ലസ് സാറ് പറഞ്ഞു ഞാനാണ് ഒരു സൈഡിൽ അമ്പയർ ചെയ്യുന്നത്, നീ വന്ന് അമ്പയർ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാച്ച് അമ്പയർ ചെയ്തു, നന്നായിട്ട് അമ്പയർ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലായത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് സൂപ്പർ ലീഗ് ഫൈനലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഏതൊരു അമ്പയർ വരാൻ പറ്റാണ്ട് എമർജൻസി ആയിട്ടാണ് എന്നെ വിളിക്കുന്ന കാലത്ത്. സാറ് പറഞ്ഞു ഇതിൽ നീ ഫോക്കസ് ചെയ്തോ, ഇതിൽ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് തന്നെ എന്നെ ഗുരു സ്നേഹരാജ് സാറിന്റെ അടുത്താക്കുന്നു. ആ ഗുരു എന്നെ ഒരുപാട് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം സീനിയർ മോസ്റ്റ് അമ്പയറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ അദ്ദേഹം അമ്പയർ ചെയ്ത് ഉണ്ടായ സാഹചര്യങ്ങൾ അദ്ദേഹം കഥ പോലെ പറഞ്ഞു തരും. അപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് കണ്ണടച്ചിരുന്നാൽ മതി, ശരിക്കും ഞാൻ അമ്പയർ ചെയ്ത പോലെയോ ആ മാച്ച്. അപ്പൊ അത്രത്തോളം എക്സ്പീരിയൻസും എനിക്ക് കിട്ടി. പിന്നെ ആള് നല്ലപോലെ ബുക്ക് എങ്ങനെ ലോ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നു. ആള് കുറെ എക്സാമുകൾ നടത്തി എന്നെ പരീക്ഷ എഴുതിച്ചു. 1-on-1 ആയിരുന്നു. അതായത് ഗുലവ സമ്പ്രദായം എന്ന് പറഞ്ഞ പോലെ ആളുടെ വീട്ടിൽ പോകുന്നു, ആളുടെ മുന്നിലിരിക്കുന്നു. അങ്ങനത്തെ ഒരു കോച്ചിങ് സമ്പ്രദായമായിരുന്നു. കാലത്തൊട്ട് വൈകുന്നേരം വരെ ആളുടെ വീട്ടിലിരുന്ന് സാറിന്റെ വീട്ടിലിരുന്ന് പഠിക്കലായിരുന്നു. സാറിപ്പോൾ ഇല്ല, സാർ മരിച്ചുപോയി. അപ്പോൾ സാറിന്റെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്, അമ്പയറിംഗിലേക്ക് എത്തിയത്.